നോക്കാം വിശദമായി. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഉപേക്ഷിക്കും. റായ്ബറേലി സീറ്റ് നിലനിർത്താൻ ധാരണ. തീരുമാനം വൈകാതെ കേരള നേതൃത്വത്തെ അറിയിക്കും. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ച നിമിഷം തന്നെ നമുക്ക് മനസ്സിലായതാണ് അവിടെ ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ വയനാട് സീറ്റ് ഉപേക്ഷിക്കുമെന്ന്. ഇപ്പോൾ അതിൽ ഒരു ഔദ്യോഗിക തീരുമാനമായിരിക്കുകയാണ്. ഇന്ന് ചേർന്ന പ്രവർത്തക സമിതിയിലാണോ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്? സിബി, മനു, രാഹുൽ ഗാന്ധി എന്തായാലും വയനാട് ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയായിരിക്കുന്നു. അതായത് റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മികച്ച രീതിയിൽ വിജയിച്ചെങ്കിലും റായ്ബറേലിയിൽ നിൽക്കണമെന്നൊരു ആവശ്യം അവിടെ UP-യിലെ PCC അധ്യക്ഷ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഉത്തരേന്ത്യയിൽ BJP-ക്കെതിരെ രാഹുൽ ഗാന്ധി തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ BJP-ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടി റായ്ബറേലി തന്നെ അവിടെ മണ്ഡലം നേതൃത്വം ആവശ്യമാണ് അവിടെ UP-യിലെ PCC അധ്യക്ഷ അടക്കമെല്ലാം തന്നെ ആവശ്യപ്പെട്ടത്. അത് പ്രകാരമാണ് ഇപ്പോൾ ഈ UP-യിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്തുകയും വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും കേരള നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിൽ കേരള നേതാക്കൾ വയനാട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ആവശ്യം മുന്നിട്ട് വെച്ചു പോലും അവിടെ ഈ അതേസമയം തന്നെ UP-യിൽ നിന്ന് വന്ന PCC അധ്യക്ഷൻ ഉൾപ്പെടെ എല്ലാത്തിന്റെയും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിൽക്കുന്ന ആവശ്യവും മുന്നിട്ട് വെച്ചു. അങ്ങനെ ഇതിൽ റായ്ബറേലിയിലാണ് നിൽക്കാൻ വേണ്ടി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയും താല്പര്യം പ്രകടിപ്പിച്ചത്. എന്തായാലും വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം അതിൽ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാകും. മാത്രമല്ല ഈ രണ്ട് മണ്ഡലങ്ങളിലും അടുത്ത ആഴ്ച രാഹുൽ ഗാന്ധി എത്തി വോട്ടർമാർക്ക് നന്ദി പറയുകയും ചെയ്യും. എന്തായാലും വയനാട് സീറ്റിൽ ഇനിയിപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാവ് തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയാണ്. അത്തരത്തിൽ റായ്ബറേലി മാത്രം റായ്ബറേലി മണ്ഡലം നിലത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. ആ മണ്ഡലം നിലനിർത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന്. തീർച്ചയായും സിബി, ഇവിടെ ഏത് സീറ്റ് നിലനിർത്തണം, ഏത് സീറ്റ് ഉപേക്ഷിക്കണം എന്നത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. അത് നമുക്ക് അവർക്ക് വിടാം. പക്ഷേ ഇവിടെ വയനാട് ഉപേക്ഷിക്കുമ്പോൾ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ചു? അത് നൽകുന്ന സന്ദേശം എന്താണ്? ഇടതുപക്ഷമാണോ രാജ്യത്തെ പ്രധാനപ്പെട്ട എതിരാളി രാഹുലിൻ്റേത്? മറ്റൊന്ന്, ഇങ്ങനെയൊരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് അവരുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ വയനാട്ടിലെ വോട്ടർമാരോട് എന്തുകൊണ്ട് അത് മറച്ചുവെച്ചു? അതിലൊരു രാഷ്ട്രീയപരമായ വഞ്ചനയുടെ പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നില്ലേ? തീർച്ചയായും മനു, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ 2019 രാഹുൽ ഗാന്ധി അമേഠിയിൽ അന്ന് സ്മൃതി ഇറാനിയുടെ 50,000-ലധികം വോട്ടാണ് പരാജയപ്പെട്ടത്. അന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും വലിയ നാണക്കേടായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു ജീവശ്വാസം ലഭിച്ചത് വയനാട്ടിൽ നിന്നാണ്. അന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ, അന്ന് വിജയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വയനാട്ടിലെ വോട്ടർമാർ രാഹുൽ ഗാന്ധി അന്ന് പിന്തുണച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ അംഗത്വം പോലും ഇല്ലാത്തൊരു സാഹചര്യം എത്തുമായിരുന്നു. അങ്ങനെ ഒരു ജീവശ്വാസം നൽകിയ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലമായ വയനാട് ഈ തവണ രാഹുൽ ഗാന്ധി ഇപ്പോഴും തവണയും കൈവിട്ടില്ല. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഒരു മികച്ച വിജയം അവിടെ നേടാനായി. പക്ഷേ ഇപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഒരു വലിയ വിജയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും വയനാട് മണ്ഡലം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് അത് മാത്രമല്ല, അവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അടക്കം എല്ലാ നിലയും വലിയ പ്രചരണം കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉണ്ടാവും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും മത്സരിക്കുക. രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ വയനാട്ടിൽ വളരെ വലിയ വികസനം ഉണ്ടാകും അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു അവിടെ. എന്റെ കുടുംബമാണ് വയനാടെന്നാണ് ഈ കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തെ തള്ളിപ്പറയാൻ, ആ കുടുംബത്തെ ഉപേക്ഷിക്കാനാണോ ഇപ്പോൾ തീരുമാനം? തീർച്ചയായും അത് തന്നെയാണ്. കാരണം എന്റെ കുടുംബമാണ് വയനാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സര രംഗത്തേക്ക് വീണ്ടും വന്നത്. സ്വാഭാവികമായും അത് കേരളത്തിലെ ജനങ്ങൾ എല്ലാവർത്തെ വയനാട്ടിലെ വോട്ടർമാർ അത് വിശ്വസിക്കുകയും രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ വിജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും അതെല്ലാം തന്നെയും ഒരു പാഴ്വാക്കായി മാറുന്ന ഒരു സാഹചര്യം
ഉണ്ടാകുന്നു. എന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ റായ്ബറേലിയിലേക്ക് പോവുക എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 മണ്ഡലവും വിജയിച്ചപ്പോൾ തന്നെ ഈ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ ആ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ തീരുമാനമുണ്ടാകും. ഇപ്പോൾ രാഹുൽ സിബി ഇവിടെ റായ്ബറേലിയിൽ വിജയിച്ചപ്പോൾ തന്നെ നമുക്കറിയാം രാഹുൽ റായ്ബറേലി നിലനിർത്തുകയും വയനാടിൽ നിന്ന് മാറുകയും ചെയ്യുന്നത്. കാരണം UP പോലൊരു സംസ്ഥാനത്തെ സീറ്റ് ഉപേക്ഷിച്ച് പോകാൻ മാത്രം അല്ലെങ്കിൽ സീറ്റ് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ബുദ്ധിയില്ലായ്മയിലേക്ക് ആരും പോകില്ല, അത് വ്യക്തമാണ്. ഇവിടെ ഈ വയനാട്ടിൽ മത്സരിക്കുന്നതിന് പകരം രാഹുൽ ഉത്തരേന്ത്യയിൽ മറ്റൊരിടത്ത് മത്സരിച്ചിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന് തന്നെ വലിയ ഊർജ്ജം പകരുമായിരുന്നില്ലേ? ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാതെ പോയ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പോയിരുന്നുവെങ്കിൽ അത് ഒരുപക്ഷെ കുറച്ചുകൂടി ഇമ്പാക്റ്റ് അവർക്ക് ആ മേഖലയിൽ നേടിക്കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് ഒന്നും പോകാതെയാണ് BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത വയനാട്ടിലേക്ക് വരുന്നത്. അതാണ് പ്രശ്നം. മനു, തീർച്ചയായും 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല 2024. പ്രത്യേകിച്ച് നമുക്കറിയാം 2024 ആയപ്പോൾ ഒരു ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നു. അവിടെ CPI-യും CPI-യും അടക്കമുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികളും BJPക്ക് ബദലായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കുന്നു. ദേശീയ തലത്തിലെല്ലാം തന്നെ കൈകോർക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വയനാട്ടിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷമാണ്. അവിടെ ദേശീയ മുഖമായ ഇടതുപക്ഷത്തിന്റെ ദേശീയ മുഖം കൂടിയായ CPI-യുടെ ദേശീയ മുഖമായ ആനി രാജ മത്സരിക്കൽ രംഗത്ത് വരുന്നു. ആനി രാജ വരുമ്പോൾ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആനി രാജയ്ക്കെതിരെ മത്സരിക്കില്ല എന്ന് തന്നെയായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തുവന്നിരുന്നത്. പക്ഷെ പിന്നീട് അവസാന നിമിഷം വയനാട്ടിലേക്ക് തന്നെ വേണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ചെയ്തു. അത് തന്നെ ഒരു വളരെ വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കി BJP എടുക്കുകയും ദേശീയ നേതാക്കൾ പരസ്പരം, അത് ഇന്ത്യ സഖ്യത്തിലെ ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ആനി രാജയും പരസ്പരം മത്സരിക്കുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യൻ അടക്കം BJP വളരെ വലിയ ക്യാമ്പയിനാക്കി മാറ്റി ചെയ്തു. എന്തായാലും അത് തന്നെ ഒരു നല്ല അർത്ഥം അല്ലെങ്കിൽ നല്ലൊരു സന്തോഷമായതല്ല ഈ 2024 രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലുള്ള വരവ് തന്നെ. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ മനു അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ പോരാടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പോലുള്ള ഒരു നേതാവിന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഉത്തരേന്ത്യയിലെല്ലാം തന്നെയും ആകമാനം വളരെ വലിയ ഊർജ്ജം നൽകുകയും ചെയ്യും. എന്തായാലും റായ്ബറേലിയിൽ തന്നെ നമുക്കറിയാം ഏറ്റവും അവസാന നിമിഷമാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഉണ്ടായത്. അമേഠിയിൽ മത്സരിക്കുമെന്ന ഒരു പ്രഖ്യാപനം നേരത്തെ അങ്ങനെ അവിടെ അമേഠിയിൽ മത്സരിക്കുന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് പോലും. പക്ഷേ ഇതിൽ രണ്ടാമതൊരു സീറ്റും ഉത്തരേന്ത്യയിൽ തന്നെ BJPക്കെതിരെ ആയിരുന്നെങ്കിൽ ഇതിൽ മറ്റൊരു സന്ദേശം ദേശീയ തലത്തിൽ തന്നെ നൽകാമായിരുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ പ്രത്യേകിച്ച് CPI-യുടെ ദേശീയ മുഖമായ ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷമുള്ള ഈ ഒരു മത്സരം തന്നെ ഒരു നല്ല സന്ദേശമല്ല നൽകിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് ഈ വയനാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയാണല്ലോ വയനാട്ടിലെ UDF-ന്റെ ബലമെന്ന് പറയുന്നത്. അവിടെ സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാതെ കൊടി ഉയർത്തതിന് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്ന് തല്ലുവരെ കൊണ്ട് അവിടുത്തെ ലീഗ് പ്രവർത്തകരെ കുറിച്ചാണ്. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഒരു പാർട്ടിക്കും അത്തരത്തിലൊരു രാഷ്ട്രീയ ഗതികേട് ഉണ്ടായി കാണില്ല. അവരുടെ അവസ്ഥ ചിന്ത ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. തീർച്ചയായും മനു അത് തന്നെയാണ്. കാരണം ലീഗിനും കോൺഗ്രസ് പ്രവർത്തകർക്കും വയനാട്ടിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞത് ഈ പ്രചരണഘട്ടത്തിൽ ഒരു സമയത്ത് പോലും അവരുടെ കൊടികൾ ഉയർത്തി ഒരു പ്രചരണം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലീഗിന്റെ കൊടി ഉയർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം 2019 തന്നെയും അത് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ച ഒരു സാഹചര്യം ഉത്തരേന്ത്യയിൽ ഉണ്ടായി. അത് പേടിച്ചുകൊണ്ട് ഇത്തവണ ലീഗിന്റെ കൊടി മാത്രമല്ല കോൺഗ്രസിന്റെ കൊടി പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്തവണ വാഹന പ്രചരണ റാലിയും പൊതു റാലിയും എല്ലാം വയനാട്ടിൽ നടത്തിയതെന്നതും നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഈ രാഹുൽ ഗാന്ധി എന്തായാലും വയനാടിനെ ഉപേക്ഷിക്കുകയാണ്, വയനാടിന്റെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കുകയാണെന്ന ഒരു വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയേണ്ടി വരിക. റായ്ബറേലി നേതൃത്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ KM മുരളീധരൻ അടക്കമല്ല നിലയിൽ സീറ്റ് നൽകിയേക്കുമെന്ന സൂചന കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം KM മുരളീധരൻ ഇപ്പോൾ തന്നെ തൃശൂർ DCC എല്ലാം തന്നെ തോൽപ്പിച്ചാണ് ടി പ്രതാപൻ അടക്കമുള്ള അനിൽ അക്കരെ അടക്കമുള്ള നേതാക്കൾ തോൽപ്പിച്ചാണ് എല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയും റായ്ബറേലി നിലനിർത്തുകയും ചെയ്യുന്നു എന്ന തീരുമാനത്തിലേക്ക് പോകുന്നുവെന്നാണ് ഇപ്പോൾ പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത. റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ തന്നെ ഇത് സ്വാഭാവികമായും ഉറപ്പിച്ചതായിരുന്നു. കാരണം BJPയുടെ ശക്തി കേന്ദ്രമായിരുന്ന UPയിലെ റായ്ബറേലിയിൽ ജയിക്കുമ്പോൾ സ്വാഭാവികമായും അത് നിലനിർത്തുകയും
വയനാട് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ പോകും, കോൺഗ്രസ് പോകും എന്നത് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് ഒരു രാഷ്ട്രീയ ബുദ്ധിയും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് വന്ന നിമിഷം മുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, ഇടതുപക്ഷമാണോ രാഹുലിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി? BJPക്ക് സ്വാധീനമില്ലാത്ത വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം എന്തുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങളോട് റായ്ബറേലിയിൽ മത്സരിക്കുന്ന വിവരവും ജയിച്ചാൽ അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് പോകുമെന്ന വിവരവും മറച്ചു വച്ചത്? അതിലൊരു രാഷ്ട്രീയ വഞ്ചനയില്ലേ എന്ന നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു കേട്ടതാണ്. അതിപ്പോഴും കൂടുതൽ ഉച്ചത്തിൽ ആവർത്തിക്കുന്നു എന്നതാണ് ഈ വാർത്ത വരുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. വിവരങ്ങളാണ് സിബി ദില്ലിയിൽ നിന്ന് നൽകിയത്.